വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം. ലാബാൻ പ്രഭാതത്തിൽ ഉണർന്ന് തൻ്റെ പേരക്കുട്ടികളെയും പെൺമക്കളെയും ചുംബിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നിട്ട് ലാബാൻ നടന്ന് സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചുപോയി. യാക്കോബാകട്ടെ തൻ്റെ വഴിക്കും നടന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ കണ്ടുമുട്ടി. അവരെ കണ്ടപ്പോൾ യാക്കോബ് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ പാളയമാണ്. ആ സ്ഥലത്തിന് അവൻ മഹനായിം എന്ന് പേര് വിളിച്ചു. യാക്കോബ് തൻ്റെ സഹോദരനായ ഏസാവിൻ്റെ അടുത്തേക്ക് സെയിർ നാട്ടിൽ ഏദോമിൻ്റെ വയലിലേക്ക് തനിക്ക് മുമ്പേ ദൂതന്മാരെ അയച്ചു. അവൻ ഇപ്രകാരം അവരോട് നിർദ്ദേശിച്ചു, എൻ്റെ യജമാനനായ ഏസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് ഇപ്രകാരം പറയുന്നു, ലാബാന്റെ കൂടെ താൽക്കാലവാസിയായിരുന്ന ഞാൻ ഇതുവരെയും അവിടെയായിരുന്നു. എനിക്ക് കാള, കഴുത, ആട്, ദാസൻ, പരിചാരിക എന്നിവ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ യജമാനനോട് വിവരിക്കുന്നതിനും അങ്ങയുടെ ദൃഷ്ടികളിൽ ദയ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് ഞാൻ ആളയക്കുന്നത്. ദൂതന്മാർ യാക്കോബിന്റെ പക്കൽ, ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ ഏസാവിന്റെ അടുക്കൽ ചെന്നു. അവൻ തന്നെ 400 ആളുകളുടെ അകമ്പടിയോടെ അങ്ങയെ സ്വീകരിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. യാക്കോബ് വളരെയധികം ഭയപ്പെട്ടു. അവന് വേവലാതിയായി. തൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും അവൻ 2 സംഘമായി തിരിച്ചു. ഏസാവ് 1-ാമത്തെ സംഘത്തിലെത്തി അതിനെ ആക്രമിക്കുന്ന പക്ഷം ശേഷിക്കുന്ന സംഘം സുരക്ഷിതമായിരിക്കുമല്ലോ എന്ന് അവൻ ചിന്തിച്ചു. യാക്കോബ് പറഞ്ഞു, എൻ്റെ പിതാവായ അബ്രഹത്തിന്റെ ദൈവമേ, എൻ്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവമേ, നിന്റെ നാട്ടിലേക്കും നിന്റെ സഹചരുടെ അടുത്തേക്കും തിരികെ പോകുക. നിനക്ക് ഞാൻ എല്ലാം ശുഭമാക്കും എന്ന് എന്നോട് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ ദാസനോട് അങ്ങ് ചെയ്ത സകല കൃപകൾക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. കേവലം എൻ്റെ ഒരു വടിയുമായാണ് ഞാൻ ഈ ജോർദാൻ കടന്നത്. ഇപ്പോഴിതാ ഞാൻ 2 സംഘമായി തീർന്നിരിക്കുന്നു. എൻ്റെ സഹോദരന്റെ കയ്യിൽ നിന്ന്, ഏസാവിന്റെ കയ്യിൽ നിന്ന് എന്നെ സദയം രക്ഷിക്കണമേ. കാരണം ഞാൻ അവനെ ഭയപ്പെടുന്നു. അവൻ വന്ന് അമ്മയോടും മക്കളോടുമൊപ്പം എന്നെ കൊല്ലാൻ ഇടവരുത്തരുതേ. മാത്രമല്ല, ഞാൻ തീർച്ചയായും നിനക്ക് ശുഭം വരുത്തും. നിന്റെ സന്തതിയെ പെരുപ്പം മൂലം എണ്ണാനാവാത്ത കടൽ മണൽ തരി പോലെ ആക്കി തീർക്കും എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആ രാത്രി അവൻ അവിടെ കഴിഞ്ഞുകൂടി. പിന്നെ തൻ്റെ കൈവശമുള്ളതിൽ നിന്ന് അവൻ തൻ്റെ സഹോദരൻ ഏസാവിന് വേണ്ടിയുള്ള കാഴ്ച എടുത്തു. 200 പെൺകോലാട്, 20 ആൺകോലാട്, 200 പെൺചെമ്മരിയാട്, 20 ആൺചെമ്മരിയാട്, കറവയുള്ള 30 ഒട്ടകം, അവയുടെ കിടാക്കൾ, 40 പശു, 10 കാള, 20 പെൺകഴുത, 10 ആൺകഴുത എന്നിവ. ഈ ഓരോ കൂട്ടത്തെയും അവൻ തൻ്റെ ഭൃത്യന്മാരുടെ കൈവശം വെവ്വേറെ കൊടുത്തേൽപ്പിച്ചു. അവൻ തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, എനിക്ക് മുൻപേ നടന്നു നീങ്ങുവിൻ. കൂട്ടങ്ങൾ തമ്മിൽ അല്പം അകലമിട്ടിരിക്കണം. ഏറ്റവും മുൻപേ പോയവനെ അവൻ ഇപ്രകാരം ചുമതലപ്പെടുത്തി, എൻ്റെ സഹോദരൻ ഏസാവ് നിന്നെ കണ്ടുമുട്ടുമ്പോൾ അവൻ നിന്നോട് ഇങ്ങനെ അന്വേഷിക്കും, നീ ആരുടെ ആളാണ്? നീ എവിടേക്ക് പോകുന്നു? നിന്റെ മുൻപിലുള്ള ഇതെല്ലാം ആരുടേതാണ്? അപ്പോൾ നീ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബിൻ്റെതാണ്. എൻ്റെ യജമാനനായ ഏസാവിന് കൊടുത്തയച്ചിരിക്കുന്ന കാഴ്ചവസ്തുവാണിത്. അതാ അവനും ഞങ്ങളുടെ പിന്നാലെയുണ്ട്. തുടർന്ന് അവൻ 2-ാമത്തവനെയും 3-ാമത്തവനെയും കൂട്ടങ്ങൾക്ക് പിൻപേ നടന്നിരുന്ന എല്ലാവരെയും ഇപ്രകാരം ചുമതലപ്പെടുത്തി, നിങ്ങൾ ഏസാവിനെ കണ്ടുമുട്ടുമ്പോൾ ഇതുപോലെ തന്നെ അവനോട് കാര്യം പറയണം. ഇതാ
അങ്ങയുടെ ദാസനായ യാക്കോബ് ഞങ്ങൾക്ക് പിന്നാലെയുണ്ട് എന്നുകൂടി നിങ്ങൾ പറയണം. അങ്ങനെ എനിക്ക് മുൻപേ നീങ്ങുന്ന കാഴ്ചവസ്തു കൊണ്ട് അവന്റെ മുഖം ഞാൻ മറയ്ക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ അവനെ നേരിൽ കാണും. ഒരുപക്ഷെ അവൻ എന്നെ സ്വീകരിക്കും എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ കാഴ്ചവസ്തു അവനു മുൻപേ കടന്നുപോയി. അവനാകട്ടെ ആ രാത്രി പാളയത്തിൽ പാർത്തു. അവൻ രാത്രിയിൽ ഉണർന്ന് തന്റെ 2 ഭാര്യമാരെയും തന്റെ 2 പരിചാരകമാരെയും തന്റെ 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്കിന്റെ കടവ് കടന്നു. അവൻ അവരെ എടുത്ത് പുഴയ്ക്കക്കരെ കടത്തിവിട്ടു. തനിക്കുണ്ടായിരുന്നതെല്ലാം അവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം അവശേഷിച്ചു. അപ്പോൾ ഒരാൾ പ്രഭാതം വിടരുന്നതുവരെ അവനുമായി മൽപിടുത്തം നടത്തി. അവനോട് ജയിക്കില്ലെന്ന് കണ്ടപ്പോൾ അയാൾ യാക്കോബിന്റെ എളിയിൽ ഇടിച്ചു. അവനുമായുള്ള അയാളുടെ മൽപിടുത്തത്തിനിടയിൽ യാക്കോബിന്റെ എളിക്കുഴ തെറ്റി. അയാൾ പറഞ്ഞു, എന്നെ വിട്ടയച്ചാലും, കാരണം പ്രഭാതം വിടരുകയാണ്. അവൻ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിട്ടയക്കുകയില്ല. അയാൾ അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, യാക്കോബ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇനിമേൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, പ്രത്യുത ഇസ്രായേൽ എന്ന് പറയപ്പെടും. കാരണം നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. അപ്പോൾ യാക്കോബ് ജിജ്ഞാസയോടെ അഭ്യർത്ഥിച്ചു, അങ്ങയുടെ പേര് വെളിപ്പെടുത്തിയാലും. അതിന് അയാൾ പറഞ്ഞു, നീ എന്റെ പേര് അന്വേഷിക്കുന്നത് എന്തിന്? എന്നിട്ടും അവിടെ വെച്ച് അയാൾ യാക്കോബിനെ അനുഗ്രഹിച്ചു. അപ്പോൾ യാക്കോബ് ഉദ്ഘോഷിച്ചു, ഈ സ്ഥലത്തിന്റെ പേര് പെനിയേൽ എന്നാണ്. കാരണം ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു, എന്നിട്ടും എന്റെ ജീവൻ സുരക്ഷിതമായിരിക്കുന്നു. അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചിരുന്നു. അവനാകട്ടെ തന്റെ എളിമൂലം മുടന്തുകയായിരുന്നു. അവിടുന്ന് യാക്കോബിന്റെ എളിക്കുഴയിൽ തുടയുടെ സ്നായുഭാഗത്ത് ഇടിച്ചതുകൊണ്ട് ഇസ്രായേലർ ഇന്നും തുടയുടെ സ്നായു ഭക്ഷിക്കാറില്ല. 27-ാം സങ്കീർത്തനം. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവന്റെ ശക്തിദുർഗമാണ്, ഞാൻ ആരെ പേടിക്കണം? ദുർവൃദ്ധരായ എന്റെ വൈരികളും ശത്രുക്കളും എന്റെ ശരീരം ഭക്ഷിക്കുന്നതിന് എന്നോടടുക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യവ്യൂഹം എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഒരു യുദ്ധം എനിക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ടാലും അത് സംബന്ധിച്ച് ഞാൻ ആത്മവിശ്വാസമുള്ളവനായിരിക്കും. ഒരു കാര്യം ഞാൻ കർത്താവിൽ നിന്ന് അപേക്ഷിച്ചിട്ടുണ്ട്, ഞാൻ അന്വേഷിക്കുന്നതും അതുതന്നെ, കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ സൗകുമാര്യം ദർശിക്കാനും ആസ്വദിക്കാനുമായി ജീവിതകാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിലുള്ള എന്റെ വാസം. തീർച്ചയായും ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ പന്തലിൽ എന്നെ മറയ്ക്കും, തന്റെ കൂടാരത്തിന്റെ മറയിൽ എന്നെ ഒളിപ്പിക്കും, ഒരു പാറയിൽ എന്നെ ഉയർത്തി നിർത്തും. ആകയാൽ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും. അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ആഹ്ലാദ ബലികൾ അർപ്പിക്കും. കർത്താവിനായി പാട്ടുപാടുകയും കീർത്തനം ആലപിക്കുകയും ചെയ്യും. കർത്താവെ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ സ്വരം കേൾക്കണമേ, എന്നിൽ കനിയണമേ, എനിക്ക് ഉത്തരമരുളണമേ. എന്റെ ഹൃദയമേ, നിന്നോട് അവിടുന്ന് അരുളി ചെയ്യുന്നു, എന്റെ മുഖം നിങ്ങൾ തേടുവിൻ. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറയ്ക്കരുതേ. അങ്ങയുടെ ദാസനെ കോപത്തോടെ മാറ്റി നിർത്തരുതേ. അങ്ങ് എന്റെ സഹായമാണ്. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവെടിയരുതേ. എന്തെന്നാൽ അപ്പനും അമ്മയും എന്നെ കൈവെടിഞ്ഞിരിക്കുന്നു, എന്നാൽ കർത്താവ് എന്നെ ചേർത്തണയ്ക്കും. കർത്താവെ, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. എനിക്കെതിരെ പതിയിരിക്കുന്നവർ നിമിത്തം നിരപ്പായ പാതയിലൂടെ എന്നെ നയിക്കണമേ. എന്റെ വൈരിയുടെ ആർത്തിക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ. എന്തെന്നാൽ കാപട്യത്തിന്റെയും അക്രമാസക്തിയുടെയും സാക്ഷികൾ എനിക്കെതിരെ എഴുന്നേൽക്കുന്നു. എന്നാലും ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക, കരുത്താർജിക്കുക, നിന്റെ ഹൃദയം ബലവത്താക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ജെറുസലേമിനെ സമീപിച്ച് ഒലിവുമലയിലെ ബെത്ഫഗയിൽ എത്തിയപ്പോൾ
യേശു 2 ശിഷ്യന്മാരെ നിയോഗിച്ചയച്ചു. അവൻ അവരോട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അവൻ ഉടനെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്യതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ച പോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ മേലങ്കികൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന് മുൻപിലും പിമ്പിലും നടന്നിരുന്ന ജനക്കൂട്ടം ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഹോസാന! കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ! ഉന്നതങ്ങളിൽ ഹോസാന! അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞുകൊണ്ടിരുന്നു, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികൾ കണ്ടും ദാവീദിന്റെ പുത്രന് ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പു വിളിക്കുന്ന കുട്ടികളെ കണ്ടും പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിവചിച്ചു, ഉവ്വ്. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങൾ നിന്റെ സ്തുതിക്കായി നീ സജ്ജമാക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിന് വെളിയിൽ ബഥാനിയയിലേക്ക് പോയി അവിടെ രാത്രി ചെലവഴിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.